ഒരു ട്രിക്ക് ഞാൻ കാണിച്ചു തരട്ടെ. ഇതിപ്പോൾ ഏഷ്യാനെറ്റിൻ്റെ ഒരു ന്യൂസാണ്. ഇത് ഞാൻ മാർക്ക് ചെയ്യുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾ വീഡിയോയിലൊന്ന് കണ്ടു നോക്ക്. ഞാനിതാ ഇപ്പോൾ ഈ ന്യൂസ് ജസ്റ്റ് ഒന്നിങ്ങനെ മാർക്ക് ചെയ്തെടുക്കുകയാണ്. വിവിധ സാമ്പത്തിക സേവനങ്ങൾക്കായി ഉപഭോക്താക്കൾക്ക് KYC വിവരങ്ങൾ നൽകേണ്ടതായി വരും. ഓക്കെ, ഇനി ഞാൻ ഫേസ്ബുക്കിൻ്റെ അകത്ത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇതൊരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. ഇനി ഞാനിവിടെ സീ മോർ അടിച്ചിട്ട് അതേ കാര്യം ഞാൻ ഫേസ്ബുക്കിൻ്റെ അകത്താണ് ചെയ്യുന്നത്. അച്ഛനെ കൊന്ന സിംഹത്തെ വകവരുത്താൻ പുറപ്പെട്ട മകൻ വഴിമതിയെ ഒരു ധൈര്യത്തിന് എന്നോണം അല്പം മദ്യം അകത്താക്കി. ഓക്കെ, ഇതുപോലെ ഏതു ഭാഷയും നിങ്ങളുടെ മൊബൈൽ ഫോണ് തന്നെ വായിച്ചു തരുന്ന ഒരു ഓപ്ഷൻ നമ്മുടെയൊക്കെ ഫോണിൽ തന്നെ ഉണ്ട്. ഒരു ആപ്ലിക്കേഷനും ഇതിനു വേണ്ടി ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു പ്രത്യേക കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മുടെയൊക്കെ വിവിധ തരം കമ്പനികളുടെ ഫോണുകളാണ്. അതുകൊണ്ട് തന്നെ സെറ്റിങ്സിൽ അല്പം മാറ്റം ഉണ്ടാവും. എങ്കിലും ഞാൻ 2 ഫോണുകളിൽ ഇത് എങ്ങനെയാണ് സെറ്റ് ചെയ്തെടുക്കുന്നതെന്ന് പറഞ്ഞു തരാം. സാംസങ് ആകുമ്പോൾ ഒട്ടുമിക്ക ആൾക്കാരുടെ കയ്യിലും ഫോൺ ഉണ്ടാവുമല്ലോ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഇനി നിങ്ങളുടെ പഴയ മൊബൈൽ ഫോണാണെങ്കിൽ നിങ്ങളുടെ ആക്സസബിലിറ്റിക്ക് അകത്ത് ഉപയോഗിക്കാനുള്ള ഒരു സാധനം ഡൗൺലോഡ് ചെയ്യേണ്ടി വരും. ഒട്ടുമിക്ക പുതിയ ഫോണുകളിലും അതിൻ്റെ ആവശ്യമില്ല. ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് സെറ്റിങ്സിൻ്റെ അകത്ത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാകും. അപ്പോൾ ആദ്യം നിങ്ങൾ വീഡിയോ ഒന്ന് കാണുക. ആദ്യം ഫോണിലെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. പിന്നെ ഒരു പ്രത്യേക കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മുടെ ഫോണിലെ സെറ്റിങ്സിനകത്തെ ആക്സസബിലിറ്റിയുടെ അകത്താണ് സെലക്ട് സ്പീച്ച് എന്ന് പറയുന്ന ഓപ്ഷൻ ഉള്ളത്. അത് ഓൺ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ സെലക്ട് സ്പീക്ക് എന്ന് പറയുന്ന ഓപ്ഷൻസ് വർക്ക് ചെയ്യുള്ളൂ. അപ്പോഴേ സാംസങ് പോലത്തതും അതുപോലെ ചില കമ്പനികളും ഈ ഗൂഗിളിൻ്റെ ആപ്ലിക്കേഷൻ അധികം പ്രൊമോട്ട് ചെയ്യാറില്ല. അവർ അവരുടേതായ ആപ്ലിക്കേഷൻസും കാര്യങ്ങളും പ്രവർത്തിപ്പിക്കുന്നത് കൊണ്ട് തന്നെ ആക്സസബിലിറ്റിയുടെ അകത്ത് സെലക്ട് സ്പീച്ച് എന്ന് പറയുന്ന ഓപ്ഷന് ചില സാംസങ് ഫോണിലും ചില ഫോണുകളിലും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അതെങ്ങനെയാണ് ആക്സസബിലിറ്റിയുടെ അകത്തേക്ക് കൊണ്ടുവരാമെന്നുള്ളത് ഞാൻ വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം. എല്ലാ ഫോണുകളിലും ഈ സെലക്ട് സ്പീച്ച് ഉപയോഗിക്കേണ്ട ഓപ്ഷൻ ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ ഇത് എൻ്റെ ഫോണ് റെഡ്മിയുടെയാണ്. അകത്ത് സെലക്ട് സ്പീച്ച് സിമ്പിളായിട്ട് എടുക്കാം, യൂസ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ആദ്യം ഫോണിലെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് താഴോട്ട് പോകാം. എന്നിട്ട് അഡീഷണൽ സെറ്റിങ്സ് കാണാം. ഇതിനകത്താണ് ആക്സസബിലിറ്റി ഉള്ളത്. ഇനി നിങ്ങൾക്ക് അങ്ങനെ കിട്ടുന്നില്ലെങ്കിൽ ജസ്റ്റ് ഈ സെർച്ച് ബട്ടണിൽ ആക്സസബിലിറ്റി എന്ന് സെർച്ച് ചെയ്താൽ മതി. ഓക്കെ, ഞാനിവിടെ അഡീഷണൽ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുന്ന ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം ആക്സസബിലിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻസ്. അത് ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജാണ് കിട്ടുക. ഇത് ഓൾറെഡി ജനറലാണ് ഉണ്ടാവുക. അതിൻ്റെ തൊട്ട് അടുത്ത് നിങ്ങൾക്ക് വിഷൻ എന്നൊരു ഓപ്ഷൻ കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് സെലക്ട് സ്പീക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷന് ഇവിടെ കാണാം. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയുള്ള ഒരു ബട്ടൺ ഓൺ ചെയ്താൽ മാത്രം മതി. ഈ ബട്ടൺ ഓൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനൊരു ആക്സസ് അലോഡ് കൊടുക്കാൻ വരും. ജസ്റ്റ് അത് അലോ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഓക്കെ കൊടുക്കാൻ വരും. ഓക്കെ കൊടുക്കുക. അപ്പോൾ ഒരു സ്പീക്കറിൻ്റെ ഐക്കൺ വരും നിങ്ങളുടെ സ്ക്രീനിൽ. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്താണ് ഈ ഓപ്ഷൻ സ്റ്റാർട്ടാകുക. പിന്നെ നമ്മൾ സ്ക്രീനിൽ മാർക്ക് ചെയ്യുന്ന ഏരിയ, ഇപ്പോൾ വാട്സപ്പ് ആയാലും ഫേസ്ബുക്ക് ആയാലും ഇനി ഏത് ആപ്ലിക്കേഷൻ ആയാലും എല്ലാ ഫ്രണ്ട് പേജിലായാലും നമുക്ക് വായിച്ചു തരും. അത് മാർക്ക് ചെയ്ത് വായിച്ചു തരും. അത് ഓഫാക്കുന്ന സമയത്ത് വർക്ക് ചെയ്യില്ല, സാധാരണ പോലെ തന്നെ ആയിരിക്കും. ഇതിപ്പം റെഡ്മി പോലത്തെ ഫോണുകളിലാണ്. ഇനി നിങ്ങളുടെ സാംസങ്ങിൻ്റെ ഫോണാണെങ്കിൽ ഏറ്റവും താഴെ നമ്മുടെ നാവിഗേഷൻ ബാർ ഉണ്ടല്ലോ, ആ നാവിഗേഷൻ ബാറിൻ്റെ അടുത്ത് ഒരു മനുഷ്യൻ്റെ രീതിയിലുള്ളൊരു ചിത്രം ഉണ്ടാവും, ഒരു ഐക്കൺ വന്നിട്ടുണ്ടാവും. ആ ഐക്കണാണ് നിങ്ങളിത് ഓണും ഓഫും ചെയ്യാൻ ഉപയോഗിക്കേണ്ടത്. ഞാൻ ജസ്റ്റ് ഇതൊന്ന് റീഡ് ചെയ്യിപ്പിച്ചു തരാം. അതിനു മുന്നേ എനിക്ക് പറയാനുള്ളത്, നിങ്ങളിപ്പോൾ ഈ വീഡിയോ എൻ്റെത് കണ്ടുകൊണ്ടിരിക്കുന്നത് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നാണ് അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്നാണെങ്കിൽ നിങ്ങളുടെ സെലക്ട് സ്പീച്ചിൻ്റെ ലാംഗ്വേജ് നിങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടുത്തെ ലാംഗ്വേജ് ആയിരിക്കും ഓട്ടോമാറ്റിക്കലി വരാൻ. എല്ലാ ഫോണുകളിലുമല്ല. ഓൾറെഡി മറ്റുള്ളതിൽ നമ്മൾ മലയാളം സെറ്റ് ചെയ്ത് വെച്ച ഫോണാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി മലയാളം ആകും. ഇനി നിങ്ങളുടെ മലയാളം വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ജസ്റ്റ് ഇവിടെ സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുക. സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടെക്സ്റ്റ് ടു സ്പീച്ച് എന്ന് പറയുന്ന ഓപ്ഷന് ഏറ്റവും ആദ്യം കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്യുക. എൻ്റേത് നിങ്ങൾക്ക് കാണാം ഓൾറെഡി മലയാളമാണ് ഉള്ളത്. നിങ്ങളുടേത് മറ്റു ഭാഷയാണെങ്കിൽ അത് ക്ലിക്ക് ചെയ്തിട്ട് ഇതിൽ നിന്ന് മലയാളം കണ്ടെത്തിയിട്ട് ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. എന്നിട്ട് മലയാളം ഇതിൽ ഓൾറെഡി സെറ്റ് ചെയ്തതിന് ശേഷം ബാക്ക് വരാം. ഇനി ഇതിനകത്ത് തന്നെ സ്പീഡ് ചേഞ്ച് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. അത് പിച്ചും നമുക്ക് ഇതൊക്കെ സ്പീഡൊക്കെ കൂട്ടണമെങ്കിൽ അതൊക്കെ കൂട്ടാം. ഇനി മറ്റൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച്
റീഡിംഗ് വോയിസ്, അതായത് ഫീമെയിൽ വേണ്ട മെയിൽ മതിയെങ്കിൽ മെയിൽ ഓപ്ഷൻ ഉണ്ട്. അതുപോലെ നല്ല ഫ്ലുവൻ്റായിട്ട് വായിക്കുന്ന ഒരു ഇതുണ്ട്, അതെനിക്ക് ഏതാണെന്ന് ഇപ്പോൾ കൃത്യമായിട്ട് ഓർമ്മയില്ല, ഞാൻ കാണിച്ചു തരാം. ചേഞ്ച് റീഡിംഗ് വോയിസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ മലയാളം 3 ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ഏതോ ഒന്ന് നല്ല സംസാരമാണ്, നല്ല വൃത്തിയായിട്ട് വായിക്കും. ഒന്ന് കമ്പ്യൂട്ടർ വായിക്കുന്നത് പോലെയാണ് വായിക്കുക, ബോട്ട് വായിക്കുന്നത് പോലെ, അതാണ് ഓൾറെഡി സെറ്റായിട്ടുണ്ടാവുക. ഞാനൊന്ന് ജസ്റ്റ് റീഡ് ചെയ്ത് കാണിച്ചു തരാം. ചൊവ്വാഗ്രഹത്തിന്റെ ഉപരിതലത്തിനടിയിൽ ജലത്തിന്റെ ശേഖരമുണ്ടെന്നതിന് തെളിവ് കണ്ടെത്തി നാസയുടെ മാർസ് ഇൻസൈറ്റ് ലാൻഡറിന്റെ സഹായത്തോടെയാണ് ഈ കണ്ടെത്തൽ. 2018 മുതൽ ചൊവ്വയിലുള്ള ലാൻഡർ 4 വർഷമായി ചൊവ്വയുടെ ഭൂഗർഭ വിവരങ്ങൾ ശേഖരിച്ചു. ഇനി ആക്സസബിലിറ്റിയുടെ അകത്ത് ഈ ഓപ്ഷൻ ഇല്ലാത്ത ഫോണിൽ എങ്ങനെയാണ് സെറ്റ് ചെയ്തെടുക്കാമെന്ന് കാണാം. സെലക്ട് ടു സ്പീക്ക് എന്ന ഓപ്ഷന് ഫോണിലില്ലാത്ത ഒരു ഫോണാണിത്. അങ്ങനെയുള്ള ഫോണുകളിൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ആൻഡ്രോയിഡ് ആക്സസബിലിറ്റി സ്യൂട്ട് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷന് ഡൗൺലോഡ് ചെയ്തെടുക്കണം. ഇതൊരു ആപ്ലിക്കേഷൻ അല്ല, ആക്സസബിലിറ്റിയുടെ അകത്ത് വർക്ക് ചെയ്യുന്ന ഒരു സെറ്റിങ്സ് ആണ്. അപ്പോൾ ജസ്റ്റ് ഇത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുത്താൽ ആക്സസബിലിറ്റിയുടെ അകത്താണ് ഈ ഓപ്ഷൻ കിട്ടുക. ഞാനിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ എന്താണെന്ന് കാണിച്ചു തരാം. ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യേണ്ട ഓപ്ഷൻ ഇതിലുണ്ടാവില്ല. ഇനി നിങ്ങൾ ഫോണിലെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുക. താഴെ നിങ്ങൾക്ക് ആക്സസബിലിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ കിട്ടും. ഇനി നിങ്ങൾക്ക് ഇവിടെ ആക്സസബിലിറ്റി കിട്ടുന്നില്ലെങ്കിൽ ഇവിടെ സെർച്ച് ബാറിൽ നിങ്ങൾക്ക് ആക്സസബിലിറ്റി സെർച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ, എന്നിട്ട് ജസ്റ്റ് അത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കിവിടെ ഇൻസ്റ്റാളഡ് സർവീസ് എന്ന് കാണാം. ഇനി എല്ലാ ഫോണുകളിലും ഇങ്ങനെയല്ല കാണിക്കുക. ഡൗൺലോഡ് സർവീസ്, അതുപോലെ ഡൗൺലോഡ് ആപ്സ്, ഡൗൺലോഡ് സെറ്റിങ്സ്, അങ്ങനെ പല ഫോണുകളിൽ പലതാണ് എഴുതുക. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ മനസ്സിലായല്ലോ. ഇൻസ്റ്റാൾ ചെയ്തെടുത്തത് ഏതിനകത്താണ് പോയി നിൽക്കുക, ആ ഓപ്ഷനാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇൻസ്റ്റാളഡ് സർവീസ് ഓപ്പൺ ചെയ്യുന്നു. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഓപ്ഷൻ കാണാം, സെലക്ട് ടു സ്പീക്ക് എന്ന് പറഞ്ഞിട്ട്. ഞാൻ ജസ്റ്റ് അത് ഓപ്പൺ ചെയ്യുന്നു. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ബട്ടൺ കാണാം, ജസ്റ്റ് ആ ബട്ടൺ ഓപ്പൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആക്സസ് ചോദിക്കും, അലോ കൊടുക്കുക. വീണ്ടും ടേൺ ഓൺ ആക്കാൻ പറയും, അത് ഓൺ ആക്കി കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഗെറ്റ് ഇറ്റ് കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ ആക്സസബിലിറ്റിയുടെ ഒരു ബട്ടൺ വന്നു. റെഡ്മിയെ പോലെയല്ല സെലക്ട് ടു സ്പീക്കിന് ഇനി മുതൽ ഇതാണ് ബട്ടണ്. ആ ആക്സസബിലിറ്റിയുടെ ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്താണ് ഈ സെലക്ട് ടു സ്പീക്കിൻ്റെ ഓപ്ഷൻ ഓൺ ആകുക. അതുപോലെ തന്നെ ഓഫ് ചെയ്യാനും അത് തന്നെയാണ് ബട്ടൺ. ഇനി നിങ്ങളിത് സെലക്ട് ചെയ്ത സമയത്ത് ചിലപ്പോൾ ഇതിവിടെ ഓൺ ചെയ്തിട്ടാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇനി ഇതാ ഇങ്ങനെയാണ് റീഡ് ചെയ്യിപ്പിക്കേണ്ടത്. ഓക്കെ, പക്ഷേ ഇംഗ്ലീഷ് മാത്രമേ നിങ്ങൾക്ക് പ്രവർത്തിക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങളിത് മലയാളം അല്ലെങ്കിൽ മറ്റുള്ള ഭാഷ സെലക്ട് ചെയ്യണമെങ്കിൽ ഇവിടെ സെറ്റിങ്സ് കാണാം, സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം. സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ടെക്സ്റ്റ് ടു സ്പീച്ച് സെറ്റിങ്സ് എന്ന്, അവിടെ ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് മലയാളം ഉണ്ടാവില്ല. ഓക്കെ, എന്തിനാണ് കാണിച്ചു തരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഈ ലാംഗ്വേജിലാണ് പ്രശ്നം വരുന്നത്. മലയാളം കിട്ടാത്തത് എന്തുകൊണ്ടാണെന്ന് ഞാനിതിൽ മനസ്സിലാക്കി തരാം. ഇതിൽ മലയാളം ഇപ്പോൾ ഇല്ല. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിങ്സ്, ഇതാ സ്പീച്ച് സെറ്റിങ്സ് ഓൾറെഡി സാംസങ്ങിലാണുള്ളത്. അതായത് ഇതിൻ്റെ അകത്ത് തന്നെ നിങ്ങൾക്കുണ്ട്, സാംസങ് ടെക്സ്റ്റ് സ്പീച്ചിലാണുള്ളത്. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഗൂഗിൾ ആക്കി മാറ്റണം. അതായത് സർവീസ് ഗൂഗിളിൻ്റെ അത് ചെയ്യണം. ഗൂഗിളിലാണ് മലയാളം ഉള്ളത്, സാംസങ്ങിൽ ഉണ്ടാവില്ല. അപ്പോൾ സാംസങ് അല്ലാത്ത മറ്റുള്ള ഫോണാണെങ്കിൽ അതിൻ്റെ ടെക്സ്റ്റ് സ്പീച്ച് ആയിരിക്കും മുകളിൽ ഉണ്ടാകുക. നിങ്ങൾക്ക് ലാംഗ്വേജിൽ മലയാളം കിട്ടുന്നില്ലെങ്കിൽ, ഇപ്പോൾ എനിക്ക് ഓട്ടോമാറ്റിക്കലി മലയാളം ഇവിടെ സെലക്ട് ആയത് കാണാം. ലാംഗ്വേജ് മാറ്റുമ്പോൾ അത് നമ്മുടെ സ്റ്റേറ്റ് അനുസരിച്ച്, നമ്മുടെ ഫോൺ അനുസരിച്ച്, നമ്മുടെ ഫോണിൽ മറ്റുള്ളത് ഭാഷ സെലക്ട് ചെയ്തതനുസരിച്ചിട്ടൊക്കെ ഇത് ഓട്ടോമാറ്റിക്കലി ലാംഗ്വേജ് സെലക്ട് ആകുന്നതാണ്. ഇനി മലയാളമല്ല നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ഭാഷയാണ് കാണിക്കുന്നതെങ്കിൽ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ മലയാളം ഇന്ത്യ ഇതിനകത്ത് തന്നെ ഉണ്ടാവും. അത് ജസ്റ്റ് സെലക്ട് ചെയ്താൽ മതി. ഇനി ഇവിടെ സ്പീച്ചിൻ്റെ സ്പീഡും പിച്ചും ചേഞ്ച് ചെയ്യേണ്ടതാണ്. അത് അറിയുന്നവർ മാത്രം ചേഞ്ച് ചെയ്യുക. അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീച്ചൊക്കെ വളരെ മോശമായി പോകും. അത് റീസെറ്റ് ചെയ്താൽ മതി. ഇനി നിങ്ങൾ എന്തെങ്കിലും മനക്കി പോയിട്ട് വൃത്തിയായിട്ട സൗണ്ട് ആയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് റീസെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് മലയാളമൊക്കെ റീഡ് ചെയ്യിപ്പിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞാൻ വരും. അതുവരേക്കും ഗുഡ് ബൈ.